ഒരു ഡിഗ്രി എന്ന് പറയുന്ന ഒരു ക്ലേ നമ്മുടെ കയ്യിൽ വെച്ച് തരാണ്. അത് എന്താക്കി എടുക്കണം എന്നുള്ളത് ദാറ്റ് ഈസ് ബീൻ ഡിസൈഡഡ് ബൈ us. ആൻഡ് ഇറ്റ് നീഡ്സ് പേഷ്യൻസ്, ഇറ്റ് നീഡ്സ് ഐ ഫോർ ഡീറ്റെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇതിൽ വേണം. ഈ കരിയറിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ദിസ് റിസർച്ച് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. ദെൻ ഇൻ 1 hour ഹൗ യു ക്രിയേറ്റ് ദിസ്, it's a challenge. I still remember how we did that. But the thing is that all of us came together and we finished it in 1 hour. Normally we take 3 days to make a wedding cake. We finished in 1 hour. The easiest part was Dr. Abdul Kalam. When he became the president, he came to Bangalore to Indian Institute of Science. And then he told to his secretary or whatsoever is that today I am on a vradam. I can't eat anything except curd and the rice. വയറ് നിറയ്ക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ആ ട്രാൻസ്ഫോർമേഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇതിൽ മെച്യൂർ ആവുന്നത്. ഓരോ സെക്കൻഡിലും 3 ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ഉണ്ടാവുന്നത്. ഈ 3 ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ 2 ഓപ്പർച്യൂണിറ്റി ഇറ്റ് ഈസ് ഇൻ ദ ക്രിയേറ്റീവ് ഫീൽഡ്. വെൻ ഐ സേ ക്രിയേറ്റീവ് ഫീൽഡ്, ഇറ്റ് ഈസ് എയ്തർ ഇൻ ഫുഡ് ഓർ ഇൻ ബെവറേജ്. ഓക്കെ സർ, ബേക്കിംഗ് സയൻസ് ആൻഡ് പേസ്ട്രി ഫീൽഡിൽ സാറിന്റെ ലോങ് ടേം കരിയർ ഗോൾസ് എന്തൊക്കെയാണ്? ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ബേക്കിംഗ് സയൻസ് ആൻഡ് പേസ്ട്രി ആർട്സിന് ഒരു എന്താ പറയണേ, ഒരു അതിന് അർഹമായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാം. ഇറ്റ് ഹാസ് നോട്ട് റീച്ച് ദ പിനേക്കൽ. സോ I want to make it India as the first choice career in terms of baking science and pastry arts. We are also the coaches for Team India, but we are not very far from this dream. So we want to make it. So നമ്മൾ ഒരു 10th കഴിഞ്ഞ ഒരു കൊച്ചിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ what you want to be, the first option is doctor, then engineer, then lawyer. It is like that. But I want to bring baking science and pastry into this lane and to make it as one of the first choice career for the students after 10th. Now we don't have a culture of baking and science. Now Britishers വരുന്നു, അതിനു മുമ്പ് പോർച്ചുഗീസ് വന്നു, ഫ്രഞ്ച് വന്നു, അവർ കൊണ്ടുവന്ന ഒരു കൾച്ചറാണിത്. So we don't have a bread culture by ourselves. We don't have a pastry culture of it. Everything is adopted, including the whiskey or rum or anything for that matter. Everything is adopted by India really well. We don't have a bread culture. You talk about a chapati, it never originated in India. Naan never originated in India. Kulcha, you name it, never originated in India. So we are not attached to the food culture of our country. So long-term career goal is to make baking science and pastry arts as one of the first choice career for the students after 10th. ഓക്കെ സർ, സാറിന്റെ ഓരോ ക്രിയേഷൻസും വിഷ്വലി ഇംപ്രസീവ് ആൻഡ് ഡെലീഷ്യസ് ആണെന്ന് സാർ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? അതുപോലെ തന്നെ അതിനുവേണ്ടി സാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്യാറില്ല, അതാണ് സത്യം. അത് ഈ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞില്ലേ, ആൾക്കാർ പറയുമ്പോഴാണ് നമുക്കൊരു, അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങി ഹിറ്റായതിനു ശേഷമാണ് നമ്മൾ അറിയണേ നമ്മൾ ഈ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഇത് ഹിറ്റാവാണ്ട് അറിയാണ്ട് പോയ എത്രയോ പടങ്ങളുണ്ട് ഇല്ലേ. സോ അത് ആൾക്കാർ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ പറയണേ ഓക്കെ, ഐ തിങ്ക് വി ഡിഡ് ദിസ് ജോബ് കറക്റ്റ്ലി. ഓക്കെ സർ, സാർ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിന് സാർ ഉദ്ദേശിച്ച ഒരു എക്സ്പെക്ടഡ് റിസൾട്ട് കിട്ടാതെ വന്നിട്ടുള്ള ഒരു സമയമുണ്ടോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? അയ്യോ, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ജോബ്. ഒരു പ്രൊഡക്റ്റ് ഞാൻ 8 വർഷം മുമ്പ് ട്രൈ ചെയ്തിട്ട് ശരിയാക്കിയത് 2021 കൊറോണയുടെ സമയത്താണ് നമ്മൾ ആ പ്രൊഡക്റ്റ് കറക്റ്റ് ആക്കുന്നത്. ഇറ്റ് ടുക്ക് 8 years ഫോർ മീ ടു ഡെവലപ്പ് ദിസ്. അങ്ങനെ ഒത്തിരി റെസിപ്പീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളാണ്, അങ്ങനെ ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നന്നായ പ്രൊഡക്റ്റ് ഉണ്ട്, എക്സ്പെക്ട് ചെയ്തിട്ട് നന്നാവാത്ത ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. സോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്ലവർ എന്ന് പറയുന്ന സംഭവം ഓരോ സ്റ്റേറ്റിൽ കിട്ടുന്നത് വേറെയാണ്. അതിന്റെ ഗ്ലൂട്ടൻ കണ്ടന്റ് ഓരോ രാജ്യത്തും ഡിഫറെന്റ് ആണ്. നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ കിട്ടുന്ന ഫ്ലവർ അല്ല ബാംഗ്ലൂരിന്റെ അടുത്ത സ്റ്റേറ്റ് ആയ ലെറ്റ്സ് സേ കേരളത്തിൽ കിട്ടുന്നത്, തമിഴ്നാട്ടിൽ കിട്ടുന്നത്.
So it's a challenge by itself. അതിനെ പെർഫെക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഈ 8 വർഷത്തെ R&D എന്ന് ഞാൻ എവറി ഡേ ഇസ് എ ചാലഞ്ച്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ then I'm going to get on to my new menu which is going to be launched on 1st of April. So ലാസ്റ്റ് 3 മാസമായിട്ട് ഈ പുതിയ മെനുവിന്റെ ഇതിലാണ്. എന്നിട്ട് ഈ മെനു ഞങ്ങള് 4 മാസം ഉപയോഗിക്കുള്ളൂ. 4 മാസം കഴിയുമ്പോൾ അടുത്ത മെനു വരും. So in a year we have 4 menus, 4 new menus. So it's a continuous process. Okay, sir. Aspiring baking scientist അല്ലെങ്കിൽ പേസ്ട്രി ഷെഫ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? Be yourself. I mean, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു സംഭവമൊന്നുമല്ല ഈ ഞാൻ ചെയ്യുന്ന ഒരു ജോലി. അതായത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യു ടു എ സബ്ജക്ട്. അതായത് നമ്മുടെ കയ്യിൽ ഒരു കഷ്ണം ഒരു ക്ലേ മണ്ണ് തന്നിട്ട് അതിനെ നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ മാത്രം കഴിവാണ്. ഒരു ഡിഗ്രി എന്ന് പറയുന്ന ഒരു ക്ലേ നമ്മുടെ കയ്യിൽ വെച്ച് തരാണ്. അത് എന്താക്കി എടുക്കണം എന്നുള്ളത് ദാറ്റ് ഈസ് ബീൻ ഡിസൈഡഡ് ബൈ us. ആൻഡ് ഇറ്റ് നീഡ്സ് പേഷ്യൻസ്, ഇറ്റ് നീഡ്സ് ഐ ഫോർ ഡീറ്റെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇതിൽ വേണം. ഈ കരിയറിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ദിസ് റിസർച്ച് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. സോ ഓൾ ഓഫ് ദിസ് കമ്പൈൻഡ് ടുഗദർ will ensure that you are going to be in this career. It is make it or break it ആണ്. ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ ഒരുമാതിരി എല്ലാവരും ഒരു 2 വർഷത്തിനുള്ളിൽ തീരുമാനിക്കുന്നു ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട് ടു ഡു. പക്ഷെ അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്നതാണ്. ഐ തിങ്ക് ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഷെഫ് പിള്ളை ഒരു മെസ്സേജ് ഇട്ടുണ്ട്. പുള്ളി എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ റെസ്പെക്ട് ഹിം എ ലോട്ട് ഫോർ വാട്ട് ഹി ഈസ് റൈറ്റ് നൗ. ഷെഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം, ഈ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുന്നതാണ് പ്രോബ്ലത്തിൽ നിന്ന് ഓടി അകലുന്നതിനെക്കാട്ടും എളുപ്പം. കാരണം നമ്മൾ ഓടി അകലുമ്പോൾ പ്രോബ്ലം ഈസ് ഗെറ്റിംഗ് ഇലോങ്ങേറ്റഡ്. നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ ദ പ്രോബ്ലം ഈസ് ഗെറ്റിംഗ് സ്മോളർ ആൻഡ് സ്മോളർ. ഇതാണ് ഷെഫിള്ളയുടെ ഇന്നത്തെ ഒരു ലൈനർ. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് it is better to face the problem diligently rather than go away from the problem. When you go away from the problem, the distance between you and the problem is much more longer than what it is actually. ഓക്കെ സർ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡിമാൻഡ് സർ അതെങ്ങനെ ഒരു പ്രഷറിൽ സർ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് സർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയി? കരിയറിന്റെ തുടക്കത്തിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രോബ്ലം ഫോർ us. കരിയറിൽ നമ്മൾ ഇങ്ങനെ വെച്ച് ബേബി സ്റ്റെപ്സ് എടുത്ത് നമ്മൾ മെച്യൂറായിട്ട് വരുമ്പോൾ ദിസ് പ്രോബ്ലം ഈസ് എ ഡെയിലി അഫെയർ. ദെൻ ഇറ്റ് ബിക്കംസ് എ ചാലഞ്ച് ഫോർ us. ഐ സ്റ്റിൽ റിമെമ്പർ മൈ ഷെഫ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് താജ്മഹൽ മുംബൈ, it's like back-to-back banquets. We realized that at that point of time, 8 മണിക്ക് പ്രോഗ്രാമിന് 7 മണിക്ക് ഞങ്ങൾ അറിയുന്നു there is a wedding cake. It is been negated, like in the sense അത് വായിക്കാൻ ആള് മറന്നുപോയി. താഴ്ത്തിട്ടുള്ള ഒരു മെസ്സേജ് അത് വായിക്കാൻ മറന്നു. Then in 1 hour how you create this, it's a challenge. I still remember how we did that. But the thing is that all of us came together and we finished it in 1 hour. Normally we take 3 days to make a wedding cake. We finished in 1 hour. Now this is one instance that I'm talking about. When Prime Minister of United States came. The easiest part was Dr. Abdul Kalam. When he became the president, he came to Bangalore to Indian Institute of Science, and then he told to his secretary or whatsoever is that today I'm on a vradam. I can't eat anything except curd and the rice. So such a big buffet we have created, like some 200 plus dishes, and he ate only rice and curd that day and he went. So now the question is, it's a challenging thing and it is a last moment thing.
As I said, it is part and parcel of the life. സോ ഇതിപ്പോ കേൾക്കുമ്പോ ഇത് പറയാനൊക്കെ എത്ര നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയാനൊക്കെ നല്ല രസമാണ്, പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ മൊമെന്റിൽ പോണ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. Then this will be checked by the security team. Then only it reaches to the president and so on. So it's പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ that moment was a challenging time. Then we have catered to almost 4 prime ministers. I had the opportunity to cater while I was doing. Every prime minister is different. Every prime minister's thought process is different. Someone doesn't want to try the food from their country. They want to try something from the visiting country. Our prime minister is not like that. He wants to have only Indian food wherever he goes. So he travels with a chef. So every day is a challenging day, and it is a part and the parcel of it, and I enjoy it to the fullest. ഓക്കെ, കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഹാർമോണിയസ് ആൻഡ് എൻജോയബിൾ ആക്കി ഒരു പേസ്ട്രി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന്റെ അകത്തെ ഫ്ലേവേഴ്സ് ആൻഡ് ടെക്സ്ചർ അതെങ്ങനെ സാർ ബാലൻസ് ചെയ്യുന്നത്? അത് ഒരു ആറാണ്ടിയുടെ ഭാഗമാണ്. അതൊരു ഒരു 10 പേസ്ട്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ 3 ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ഏഞ്ചലിനായിരിക്കും, അല്ലെങ്കിൽ ജോബിന് ഇഷ്ടമുള്ളത് വേറൊരു 3 പേസ്ട്രി ആയിരിക്കും. It is part of that. So the idea is to give a flavor which is not going to match everyone's expectation, but it is going to be there for എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആ ഫ്ലേവേഴ്സ് എന്തായാലും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ആറാണ്ടി ചെയ്യുന്നത്. സോ there is a scope to have this pastry for everyone. ഓക്കെ സാർ, ഒരു പുതിയ പേസ്ട്രി മെനു റെഡി ആക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ആ ഒരു റിവ്യൂ അതെങ്ങനെയാ സാർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബാംഗ്ലൂർ പോലെ ഒരു സിറ്റിന്ന് എടുക്കുവാണെങ്കിൽ, ഇപ്പത്തെ നമ്മുടെ ഈ തൊട്ടപ്പുറത്തെ നമ്മുടെ കഫേയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു 10 പേരെ റാൻഡം ആയിട്ട് എടുക്കുവാണെങ്കിൽ 10 പേരിൽ ഒരു മലയാളി ഉണ്ടാവും, 2 തമിഴിയൻസ് ഉണ്ടാവും, ഒരു കന്നഡിക ഉണ്ടാവും, ഒരു പീപ്പിൾ ഈ ഇന്ത്യയുടെ പുറത്തുനിന്ന് 2 പേരുണ്ടാവും. അങ്ങനെയാണ് ഒരു സ്ട്രക്ചർ. എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്. അത് വന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിൽ കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു റെപ്പോസിറ്ററി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരുടെയും സജഷൻസ്, ആ സജഷന്റെ ബേസിസിലാണ് നമ്മൾ അടുത്ത മെനു എപ്പോഴും ചെയ്യുന്നത്. ഇപ്പൊ ഇന്നലെ നമുക്കൊരു ജർമ്മൻ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഹീസ് ഓൺ എ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ബൈക്ക് റൈഡിന് വന്നേക്കാണ്. പുള്ളി ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ടർക്കിയിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പുള്ളി നാളെ രാവിലെ കേരളത്തിലെത്താണ്. ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ നാളെ കേരളത്തിലേക്ക് എത്താണ്. കേരളത്തിൽ നിന്ന് പുള്ളി ശ്രീലങ്കയിലേക്കാണ് പോകുന്നത്. പുള്ളി പറഞ്ഞ് I can't eat these things, and I'm a German, and can you create something for me to carry it so that I will not get any stomach upset on the way. ഒരു ബൈക്ക് റൈഡ് ഇത്ര വലിയ ലോങ് റൈഡിൽ ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് കിട്ടിക്കാനുള്ള ഇത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. Then we have created something for him. So he took it and he went. So he's on his way to Ernakulam now. So now we are created in such a way that there are no eggs, because egg is a high source of contamination. Milk, cream, all these things are avoided to create something for him. It used to be nutritious. It needs to have a smooth belly for him. He has to ride this, and it is very hot in Bangalore. Kerala, I'm sure that it is even more summery. So the point here is that എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ലെറ്റ് സി, I need to hear it from him. ഇന്ന് രാത്രിയല്ലേ നാളെ രാവിലെ പുള്ളി കൊച്ചിയിലെത്തും. Then we will hear it from him straight. ഓക്കെ സർ, ബേക്കിംഗ് എക്വിപ്മെന്റ്സും മെഷീൻസും വെച്ചിട്ടുള്ള സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, പിന്നെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്വിപ്മെന്റ് വാങ്ങിക്കുന്നതാണ്. പക്ഷെ
ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള. സോ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്യുപ്മെന്റ് വാങ്ങിക്കാം. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് തിങ് ടു ഡു. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എക്യുപ്മെന്റ് വാങ്ങിക്കാം. പക്ഷെ പൈസ തരാത്ത കുറെ സംഭവങ്ങളുണ്ട്. അതാണ് ഈ മെയിൻ്റെനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്. അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ എംപ്ലോയീസിനെയും പഠിപ്പിക്കുകയാണ് ഈ എക്യുപ്മെന്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളത്. അത് പഠിച്ച എംപ്ലോയീസ് ഉണ്ട്, പഠിക്കാത്ത എംപ്ലോയീസ് ഉണ്ട്, കിച്ചൺ സ്റ്റുവേർഡ്സ് ഉണ്ട്. അവരൊന്നും അധികം ഈ ടെക്നോളജിക്കൽ സൈഡ് അറിയാത്തവരാണ്. പക്ഷെ എംപ്ലോയീസിന് ടെക്നോളജിക്കൽ സൈഡ് അറിയാം. സോ ഈ ടെക്നോളജിക്കൽ സൈഡും നോൺ ടെക്നോളജിക്കൽ സൈഡിനെയും പഠിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ചലഞ്ച്. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഒരു എക്യുപ്മെന്റ്, നമ്മുടെ ഒരു അവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 26 ലക്ഷം രൂപ മിനിമം കോസ്റ്റ് ഉള്ള അവനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് 20 അവൻസ് ഉണ്ടാവും. വാങ്ങിക്കാനാണ് ഏറ്റവും എളുപ്പം, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു വേറൊരു സ്കിൽ സെറ്റ് തന്നെ. അതിന് എങ്ങനെ നമ്മൾ, അതൊരു കൊച്ചിനെ പോലെയാണ്. ആ കൊച്ചിനെ നമ്മൾ എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ കൊച്ചു നന്നാവും അല്ലെങ്കിൽ കൊച്ചു ചീത്തയാവും. സോ ഇറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ്. സോ വി ഡിസൈഡ് ഹൗ ദിസ് എക്യുപ്മെന്റ് ഷുഡ് ബിഹേവ് അറ്റ് എ ലേറ്റർ പോയിന്റ്. To do that, we have to train all the employees correctly, how to use it, how not to use it. ഇതാണ് നമ്മൾ എക്യുപ്മെന്റ് കെയറിനെ കുറിച്ച് എനിക്ക് പറയാം. ഓക്കെ സാർ, അതുപോലെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു എക്വിപ്മെന്റിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ സാർ എന്തായിരിക്കും ചെയ്യുക? ഇപ്പോഴത്തെ എക്യുപ്മെന്റ്, സോ 11 വർഷം മുമ്പാണ്ടായിരുന്ന എക്യുപ്മെന്റ് അല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ എക്യുപ്മെന്റ് കുറച്ചും കൂടി എളുപ്പമാണ്. ഒരു പെൻഡ്രൈവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞങ്ങൾ ഉപയോഗിക്കുന്ന അവൻ എന്ന് പറഞ്ഞ മീവിയാണ്. അത് ഇറ്റ്സ് എ ജർമ്മൻ അവൻ. ഒരു പെൻഡ്രൈവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിന്ന് അവർക്ക് കാണാം എന്താണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാനാവുന്നതാണെങ്കിൽ അവര് ഓൺലൈൻ തന്നെ കൺസൾട്ട് ചെയ്ത് പരിഹരിക്കപ്പെടും. ഇല്ലാത്തതാണെങ്കിൽ അവരുടെ ആൾക്കാർ ഡൽഹിയിൽ നിന്ന് വന്ന് ചെയ്യണം. ആ സമയത്ത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി കനോട്ട് കോംപ്രമൈസ് ദ മെനു. കാരണം മെനു ഇസ് ഓൾറെഡി ബീൻ സെറ്റ്. So we look forward for another option to create the same thing in a different atmosphere, in a different equipment and a different ambience altogether. അത് നമുക്ക് ചെയ്യാനുള്ളൂ. ഒരു അവൻ ചേടായി കഴിഞ്ഞാൽ നമ്മൾ we try to create the same thing in another oven that is available. If it is not there, then we look forward for industry help. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഡൽഹിയിൽ നമ്മൾ കഫേ തുറക്കുമ്പോൾ നമുക്ക് എക്യുപ്മെന്റ് എത്താൻ വൈകി. So what we did was we went to a common friend who's a baker, and we started making things inside his kitchen. So it is a common code that happens, but the industry is always there to help. ഓക്കെ സാർ, ബേക്കിംഗ് സയൻസ് ആൻഡ് പേസ്ട്രി ഫീൽഡിൽ ഇപ്പോഴും സാറിന് വളരാനും പഠിക്കാനും ഒക്കെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടർ എന്താണ്? I think it is the quest for perfection. അതാണ്. ഇപ്പൊ നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല. നമ്മൾ 11 വർഷമായിട്ടുള്ളൂ ഈ പരിപാടി തുടങ്ങി. അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം ഇന്ന് വരെ ഇപ്പൊ 18 വർഷമായിട്ടുള്ളൂ. 2005 ഞാൻ പാസ് ഔട്ടാണ്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു 10% കൂടി നമ്മൾ എത്തിയിട്ടില്ല. ഇനി 90% അച്ചീവ് ചെയ്യാനാണുള്ളത്. സോ പക്ഷെ നമുക്ക് ഓൾറെഡി ആ വിഷൻ ഉണ്ട്, ഇതാണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളതെന്ന്. സോ എനിത്തിങ് ദാറ്റ് യു ആർ ഡൂയിങ്, യു ആർ ട്രൈങ് ടു അച്ചീവ് ദാറ്റ് ദ ബിഗർ വിഷൻ ഓഫ് യുവേഴ്സ്. സോ അത് അച്ചീവ് ചെയ്തതിനു ശേഷം ഞാൻ അടുത്ത ഇന്റർവ്യൂവില് ഏഞ്ചലിന്റെ അടുത്ത് പറയുന്നതായിരിക്കും. ഓക്കെ സർ, ഈ ഒരു ഫീൽഡിൽ നമുക്ക് ലഭ്യമാകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കരിയർ. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ ദുൽഖർ സൽമാന്റെ മൂവി, വാട്ട് ഈസ് ദാറ്റ്, ഉസ്താദ്, സോറി വാട്ട് ഈസ് ഇറ്റ് കോൾഡ്, ഉസ്താദ് ഹോട്ടൽ. അതിൽ പറയണ വയറ് നിറയ്ക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ മനസ്സ് നിറയ്ക്കുന്നതാണ് അതാ. സോ ദർ ആർ 2 ways ടു ഡു ദിസ്. ഒന്ന്, വയറ് നിറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കരിയർ അവര് അധികം കാലം നിൽക്കില്ല. മനസ്സ് നിറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കരിയർ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു സർവൈവ് ഫോർ എ ലോങ് ടൈം. അതിന് ഉദാഹരണങ്ങളാണ് ലോകത്ത് എല്ലാ പ്രശസ്തമായ എല്ലാ ഷെഫുമാരുടേത്. വയറ് നിറയ്ക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ആ ട്രാൻസ്ഫോർമേഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇതിൽ മെച്യൂർ ആവുന്നത്. സോ ബ്രിങ്ങിങ് ബോത്ത് ആസ്പെക്ട്
കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ബ്രെയിനും കൊണ്ടാണ് അനലൈസ് ചെയ്യണത്. നമ്മുടെ ബ്രെയിൻ ആണ് പറയുന്നത് ഇതിൽ ഉപ്പ് കൂടുതലാണ്, മുളക് കൂടുതലാണ് എന്നുള്ളത്. സോ എവ്രി വൺ ഇൻ ദിസ് വേൾഡ് ഈസ് ബോൺ വിത്ത് 3 ounces ഓഫ് ബ്രെയിൻ. അത് ജോബിൻ ആയിക്കോട്ടെ, ഏഞ്ചൽ ആയിക്കോട്ടെ, സർ ഐസക് ന്യൂട്ടൺ ആയിക്കോട്ടെ, ഡോക്ടർ അബ്ദുൽ കലാം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരും ജനിച്ചേക്കുന്ന 3 ounces ബ്രെയിനും കൊണ്ടാണ്. അതായത് 90 gram ബ്രെയിനും കൊണ്ടാണ് നമ്മൾ ഈ ലോകം ഫുള്ള് കീഴടക്കിയേക്കുന്നത്. So taming the brain is the most important part. So whatever you do, you have to do it with your heart. And when you do it with your heart, then your career is going to prosper for a long period of time. സർ, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുമ്പോഴും എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ? ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ ജിയോഗ്രാഫിക് ചാനലിന്റെ കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ട് പ്രകാരം ഓരോ സെക്കൻഡിലും 3 ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ഉണ്ടാവുന്നത്. ഈ 3 ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ 2 ഓപ്പർച്യൂണിറ്റി ഇറ്റ് ഈസ് ഇൻ ദ ക്രിയേറ്റീവ് ഫീൽഡ്. വെൻ ഐ സേ ക്രിയേറ്റീവ് ഫീൽഡ്, ഇറ്റ് ഈസ് എയ്തർ ഇൻ ഫുഡ് ഓർ ഇൻ ബെവറേജ്. സോ ഇഫ് യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ദ ഹാർട്ട്, ദെൻ it doesn't matter where you work technically. At the end of the day, you should have the vision to achieve it. To do that, the first part is to do it with your heart, as I said. Then career opportunity, it is humongous. If you see കേരളം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ റെസ്റ്റോറൻറ്റ്സ് ആണ് ഓപ്പൺ ആവുന്നത്, എത്രയോ റെസ്റ്റോറൻറ്റ് ഷട്ട് ഡൗൺ ആവുന്നുണ്ട്, എത്രയോ റെസ്റ്റോറൻറ്റ് ശരിക്കും പ്രോസ്പെക്റ്റീവ് ആയിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഇൻ യുവർ ഹാൻഡ്സ് ഹൗ വെൽ യു ഡു ദിസ് ജോബ് കറക്റ്റ്ലി. ഇഫ് യു ഹാവ് എ വിൽ, ദർ ഇസ് എ വേ. ആൻഡ് ഇഫ് യു ആർ റിയലി പാഷനേറ്റ് അബൌട്ട് ഇറ്റ്, ജോലി തേടി നടക്കേണ്ട ആവശ്യമില്ല, ജോലി തന്നെ തെറിച്ചു വരും. ആദ്യത്തെ ജോലി മാത്രമാണ് ഞാൻ ടെക്നിക്കലി ഒരു ഇന്റർവ്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്തേക്കുന്നത്. 2-3 ഇന്നിപ്പോ നിൽക്കുമ്പോൾ 7 സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 7 സ്ഥലത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ബാക്കിയെല്ലാം എന്നെ തേടി വന്ന ജോലിയാണ്. സോ ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ്, അരി ഉണ്ടെങ്കിൽ എലി അങ്ങ് ഡൽഹിയിൽ നിന്നും വരും. So that's how it is. If you have your content correct, then the job will search for you and come.